നിലമ്പൂരിൻ്റെ രണ്ട് അഭിമാനങ്ങളാണ് നിലമ്പൂർ തേക്കും ആര്യാടനുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. കാതലും കരുത്തും ഒന്നിച്ചവയാണ് രണ്ടും. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് UDF സ്ഥാനാർത്ഥിയാകുമ്പോൾ അത്ഭുതങ്ങളും അതിശയങ്ങളും ഒന്നും തന്നെയില്ല. വിജയത്തെക്കുറിച്ച് ആശങ്കകളുമില്ല. 9 വർഷത്തെ പിണറായി ദുർഭരണത്തിൻ്റെ വിലയിരുത്തലിന് നിലമ്പൂർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. UDF തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അങ്കത്തട്ടിലേക്കാണ്. പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിൻ്റെ വിലയിരുത്തലാകും ഈ ഉപതെരഞ്ഞെടുപ്പ്. പാലക്കാട് സംഭവിച്ചതുപോലെ തന്നെ LDF വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടും. കേരളത്തിലെ ജനങ്ങൾ നിലമ്പൂരിനെ ഉറ്റുനോക്കുകയാണ്. പിണറായി സർക്കാരിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം കുറിക്കുന്ന അവസാന ഉപതെരഞ്ഞെടുപ്പാണിത്. BJP സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാതെ LDFന് പരോക്ഷ പിന്തുണ നൽകിയാൽ പോലും നിലമ്പൂരിൽ UDF വൻ മാർജിനിൽ തന്നെ വിജയിക്കും. ജനങ്ങൾ ഈ സർക്കാരിനെ കൊണ്ട് അത്രത്തോളം പൊറുതിമുട്ടിയിരിക്കുകയാണ് എന്നും രമേശ് ചെന്നിത്തല പറയുകയാണ്. നിലമ്പൂരിൽ ഐക്യകണ്ഠേനയാണ് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തതെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. UDF വിജയപ്രതീക്ഷയിലാണ് എന്നും അൻവറിൻ്റെ UDF പ്രവേശനം ആലോചിച്ച് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. VS ജോയിയുടെ നിലപാടുകൾ നന്ദിയോടെ ഓർക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അതേസമയം ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് എന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് MP വ്യക്തമാക്കിയിരിക്കുകയാണ്. അൻവറിനെ രാഷ്ട്രീയമായി UDFന് ആവശ്യമുണ്ട്. അൻവർ UDFൻ്റെ ഭാഗമാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ല എന്നും അത് UDF ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്നലെയാണ് ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA അടക്കമുള്ളവരുടെ പിന്തുണയിലാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. രാഷ്ട്രീയത്തിനൊപ്പം സിനിമ, സാമൂഹിക, സാംസ്കാരിക ഭരണരംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റേത്. നിലവിൽ KPCC ജനറൽ സെക്രട്ടറി, നിലമ്പൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നഗരസഭാ മുൻ ചെയർമാനും കൂടിയായ അദ്ദേഹം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്. ദേശീയ അന്താരാഷ്ട്ര ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ പ്രശസ്ത തിരക്കഥാകൃത്തും നിർമ്മാതാവും കൂടിയാണ് ആര്യാടൻ ഷൗക്കത്ത്. 4 തവണ മന്ത്രിയും 34 വർഷം നിലമ്പൂർ MLAയുമായിരുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിൻ്റെ മകനാണ് ആര്യാടൻ ഷൗക്കത്ത്. രാഷ്ട്രീയത്തിനൊപ്പം സിനിമ, സാമൂഹിക, സാംസ്കാരിക ഭരണരംഗങ്ങളിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വമാണ്. 14-ാം വയസ്സിൽ നിലമ്പൂർ മാനവേദൻ സ്കൂളിൽ KSUവിൻ്റെ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുത്തതോടെയാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്.